ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും വെൽക്കം. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ നമ്മളതിലൊരു എക്സൽ ഡേറ്റയുണ്ട്. ആ ഡേറ്റയിൽ നമുക്ക് ആ ഡേറ്റ ഉപയോഗിച്ചിട്ട് ഡ്രോപ്പ് ഡൗണും VLOOKUPഉം നമുക്ക് ഒരുമിച്ച് എങ്ങനെ യൂസ് ചെയ്യുക എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ നമുക്കിവിടെ ഓൾറെഡി ഒരു എക്സൽ ഷീറ്റിലൊരു ഡേറ്റയുണ്ട്, സ്റ്റേറ്റും പിന്നെ ക്യാപിറ്റലും. അപ്പം ഈ ഒരു കോളം അല്ലെങ്കിൽ ഈ ഒരു കോളത്തിൽ ഇന്ന സെല്ലിലേക്ക് നമുക്ക് ഡ്രോപ്പ് ഡൗണും വരുത്തിക്കണം. അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡേറ്റ, അതായത് ക്യാപിറ്റൽ നെയിമും നമുക്കിവിടെ ഓട്ടോമാറ്റിക്കായിട്ട് വരണം. അപ്പോൾ ഇതാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അതിന് നമ്മൾ ആദ്യം ഡ്രോപ്പ് ഡൗൺ ചെയ്യാൻ വേണ്ടിയിട്ട് ഡേറ്റയിൽ പോയി ഡേറ്റ വാലിഡേഷൻ, ഇവിടെ നിന്ന് ലിസ്റ്റ് സെലക്ട് ചെയ്യാം. അതിനുശേഷം സോഴ്സ് സെലക്ട് ചെയ്തതിന് ശേഷം കംപ്ലീറ്റ് സ്റ്റേറ്റ് സെലക്ട് ചെയ്തെടുത്ത് എൻട്രി കൊടുക്കാം. വീണ്ടും ഒരു എൻട്രി കൊടുക്കാം. അപ്പം ഓൾറെഡി ഡേറ്റാസ് വന്നു കഴിഞ്ഞു. ഇനി നമുക്ക് അതിന് കറസ്പോണ്ടിങ് ഡേറ്റ ഇവിടെ വരണമല്ലോ. അതിന് നമുക്ക് VLOOKUP ഫംഗ്ഷൻ യൂസ് ചെയ്യാം. ലുക്കപ്പ് വാല്യൂ എന്ന് പറയുമ്പോൾ ഈ സെല്ല് ടേബിൾ, ഇനി ടേബിൾ എറേ എന്ന് പറയുമ്പോൾ നെക്സ്റ്റ് നമ്മൾ ആ ടേബിൾ സെലക്ട് ചെയ്ത് കൊടുക്കുക, ഏത് കോളമാണ് വേണ്ടത്, സെക്കൻഡ് കോളം. അപ്പം 2, നമുക്ക് എക്സാക്ട്ലി വാല്യൂ വേണ്ടതുകൊണ്ട് 0 കൊടുത്ത് എൻറ്റർ. ഇവിടെ ഓൾറെഡി ആന്ധ്രാപ്രദേശിന് ഹൈദരാബാദായിട്ട് വന്നു. കേരളം നമുക്ക് നോക്കാം, ട്രിവാൻഡ്രം വന്നു. സോ കർണാടക വെച്ചാൽ ബാംഗ്ലൂർ. സോ അത് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ നമുക്ക് ഡ്രോപ്പ് ഡൗൺ ഫംഗ്ഷനും VLOOKUP ഫംഗ്ഷനും ഒരുമിച്ച് നമുക്ക് യൂസ് ചെയ്യാം. സോ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. സിമ്പിളാണ്, നോർമൽ, ഇത് എല്ലാവർക്കും ഡെയിലി യൂസ് ചെയ്യാൻ പറ്റും എന്ന് വിശ്വസിക്കുന്നു. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. താങ്ക് യു. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.